ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കെല്ലാവർക്കും ഇവിടെ സുഖമാണ് എന്നൊന്നും പറയാറായില്ല കേട്ടോ. കാരണം ഇന്നലെ രാത്രി എനിക്ക് ഒട്ടും വയ്യാത്തൊരു ദിവസവും കൂടെ ആയിരുന്നു. ഇത് ഞായറാഴ്ചയാണ്. ആ വയ്യായിക കാരണം തന്നെ എനിക്ക് ഞായറാഴ്ച പള്ളിയിലും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇന്ന് ഉറങ്ങിയത് തന്നെ ഇന്ന് വെളുപ്പിനെ ഒരു 3 മണിയായ സമയത്താണ് കേട്ടോ. അതുവരെ ഞാൻ ഉറങ്ങാതെ ഹാളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ആയിരുന്നു. എന്തെന്നറിയില്ല, പതിവില്ലാതെ ഭയങ്കര വയറുവേദനയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഉറക്കം എഴുന്നേറ്റപ്പോൾ 9:30 മണി എന്തോ ആയെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ലേറ്റായി, 9 മണിയായി. അത്രയും ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. എബിയും ചേട്ടനും നേരത്തെ എഴുന്നേറ്റ് ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ എഴുന്നേൽക്കാൻ താമസിച്ചത് കൊണ്ട് തന്നെ അവർ എന്നെ വിളിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. 9 മണിയൊക്കെ ആയ സമയത്ത് ചേട്ടൻ വന്ന് വിളിച്ചാണ് ഞാൻ എഴുന്നേറ്റത്. അങ്ങനെ വന്ന ഉടൻ തന്നെ ഞാൻ ചായ ഇട്ട് കുടിക്കാൻ നിന്നു കേട്ടോ. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വയറുവേദന രാവിലെയൊക്കെ ആയപ്പോഴത്തേക്ക് മാറി. ഇതിൻ്റെയും തലേ ദിവസം എനിക്ക് ചെറിയൊരു വയറുവേദന ഉണ്ടായിരുന്നു. പക്ഷെ അതങ്ങ് കാര്യമാക്കിയില്ല. പിറ്റേന്നും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് തലേ ദിവസം ബീനയുടെ കടയിൽ നിന്ന് വാങ്ങിയ ബിസ്ക്കറ്റും ചായയൊക്കെ ആയിട്ട് ഞങ്ങളങ്ങ് കുടിച്ചു കേട്ടോ. അപ്പോൾ ഇനിയും എന്തെങ്കിലും വെച്ചുകൊണ്ടൊക്കെ നിന്ന് നല്ല താമസിക്കുമെന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ ഇന്നത്തെ രാവിലത്തെ ഫുഡ് കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിയിൽ കടയിൽ നിന്ന് വാങ്ങി കഴിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. എന്തായാലും ലേറ്റായി, ഇനി വെക്കാനും നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കടയിൽ പോയി വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചേട്ടനും എബിയും കൂടെ ഇന്നത്തേക്കുള്ള സാധനങ്ങളും വാങ്ങിയിട്ട് രാവിലത്തേക്കുള്ളതും കൂടെ വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വരുന്ന നേരം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കഞ്ഞിക്ക് വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു. പാത്രം കഴുകി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. രാത്രി വയ്യായിക ഉള്ളത് കൊണ്ട് തന്നെ പാത്രമൊന്നും അങ്ങനെ കഴുകാനായിട്ടൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അതിന് മുന്നേ തന്നെ അരി അടുപ്പത്തിട്ട് കേട്ടോ. അത് ലേറ്റ് ആകണ്ടല്ലോ എന്ന് കരുതി, കാരണം അതാവാനും ലേറ്റ് ആവുമല്ലോ. അതുകൊണ്ട് ലേറ്റ് ആകണ്ടെന്ന് കരുതിയിട്ട് ആദ്യം തന്നെ അരി അടുപ്പത്താണ് ഇട്ടത്. അതിന് ശേഷം ഞാൻ പാത്രം കഴുകാനൊക്കെ ആയിട്ട് നിന്നു കേട്ടോ. പിന്നീട് അത് ചീര തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊളുമ്പിക്കീരയെന്ന് പറയും കേട്ടോ. ഓരോ സ്ഥലത്ത് ഓരോന്ന് പറയും. ഈ ഒരു ചീരയാണ് പറയുന്നത് കേട്ടോ. അതും പയറും കൂടെ വെച്ചിട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വൻപയറാണ് ഞാൻ എടുക്കുന്നത്. പയർ ഇങ്ങനെ ഇതിൻ്റെ കൂടെയൊക്കെ ഇട്ട് കറി വെക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം വൻപയറാണ് കേട്ടോ. അങ്ങനെ വൻപയറൊക്കെ ഇട്ട് തോരനും ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ അരിഞ്ഞിരുന്ന സമയത്താണ് അവർ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അരിഞ്ഞെടുത്തപ്പോൾ തന്നെ ഒരു നേരം ഉണ്ടായിരുന്നു. നമ്മുടെ മധുര ചീരയൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ മുരിങ്ങയിലയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അതങ്ങ് തളർന്ന് വാടിപ്പോവും. അതുപോലെ തന്നെയാണ് ഇതും. ഈ ഒരു ചീര അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മുടെ സാധാരണ ചീര അങ്ങനെയല്ല. അതാ ചുവപ്പ് ചീരയും പച്ചച്ചീരയും അങ്ങനെയല്ല. നമ്മുടെ ഈ മധുര ചീര, മുരിങ്ങയില ഇതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അതങ്ങ് വാടിപ്പോവും. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂട്ടത്ത് പയറോ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ ആണെങ്കിൽ ഇച്ചിരി ഒരുപാടുള്ളതുപോലെയൊക്കെ കിടന്നോളും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എനിക്കിത് ഈ ഒരു ചീര വെറുതെ ചീര മാത്രം ഇട്ട് തോരൻ വെക്കുന്നത് എനിക്കിഷ്ടമല്ല. പയറോ പരിപ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ട് തോരൻ വെക്കുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ പറയുന്ന സമയത്തേക്കും അവർ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെയാണ് പാചകം എല്ലാം ചെയ്തത് കേട്ടോ. ചേട്ടനും തീരെ വയ്യ. ഈ ഒരു ദിവസമാണ് ഇച്ചിരി ലീവ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഇന്ന് ജോലിയൊന്നും ചെയ്യേണ്ടിയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ സാധാരണ എന്തെങ്കിലുമൊക്കെ എന്നെ സഹായിക്കാറുണ്ട്, ഇല്ലെന്നല്ല. ഇന്ന് എന്തായാലും വേണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ഫുൾ റെസ്റ്റാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, കാല് വയ്യായികയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും ജോലിക്ക് പോകുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വലിയ ഉപകാരം. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് എന്നെ ജോലിയിലൊന്നും സഹായിക്കേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം, ചേട്ടൻ റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ചേട്ടൻ റെസ്റ്റ് എടുക്കാനും പോയി ഞാൻ ഓരോരോ ജോലികളിലായിട്ട് അങ്ങനെ നിന്ന് കേട്ടോ. ഇന്നത്തെ ചിക്കൻ വറുക്കാമെന്ന് വിചാരിച്ചേട്ടോ. കുറേ നാളായി ചിക്കൻ വറുത്തത് കഴിച്ചിട്ട്. എനിക്കൊന്നും ഡയറ്റ് എടുത്തതിന് ശേഷം ഞാൻ ചിക്കൻ വറുത്തത് അങ്ങനെ കഴിച്ചിട്ടുണ്ടായില്ല. മന്തിയും അല്ലാതെ ചിക്കനും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ അങ്ങ് കഴിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. എനിക്ക് മറന്നു പോയിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് എങ്ങനെ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ അത് ചീര ഇച്ചിരി വേഗം ഇച്ചിരി താമസമാണ് കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നതാണല്ലോ. നമ്മൾ കടയിലൊന്നും പോകണ്ട, വീട്ടിൽ പറമ്പിൽ തന്നെ നിന്ന് കിട്ടുന്നതാണ്. എനിക്ക് അങ്ങനെയൊക്കെയുള്ള ചീരകളൊക്കെ വെച്ച് തോരൻ വെച്ച് കഴിക്കാനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുമൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ സത്യം പറഞ്ഞ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നത് കേട്ടോ. അതുവരെയും ജോലിയൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഒരു 10-10:30 മണിയൊക്കെ ആയി കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നിന്ന സമയത്ത്. അപ്പോൾ നല്ല ഇടിയപ്പവും കുറുമക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ 3 പേരും കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. എബി ടി വിയും കണ്ട് ഫ്രണ്ടിലാണ് ഇരുന്നത്. ഞാനും ചേട്ടനും ടേബിളിലിരുന്നാണ് കഴിച്ചത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എബിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ.
ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഇടിയപ്പം കഴിക്കണമെന്ന്. അഥവാ ഇടിയപ്പമോ പൂരിയോ ഒക്കെ കഴിക്കുന്നത് വീട്ടിൽ പോയിട്ടാണ് കഴിക്കുന്നത്, ഇല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കണം. എനിക്കിത് രണ്ടും ഉണ്ടാക്കാനായിട്ട് ഇടിയപ്പവും പൂരി മാത്രമല്ല ചപ്പാത്തിയും. എനിക്ക് ചപ്പാത്തി ആയാലും പൂരി ആയാലും പരത്തിയെടുക്കാൻ എനിക്കറിയില്ല. ഈ ഇടിയപ്പം ആണെങ്കിലും എനിക്കത് ഇങ്ങനെ സേവനാഴിയിൽ പിഴിഞ്ഞ് എടുക്കാൻ എനിക്കറിയത്തില്ല കേട്ടോ. അതാണ് ഞാനതൊന്നും ചെയ്യാത്തത്. പിന്നെ ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. നല്ല തണുത്ത ചൂടുവെള്ളത്തിൽ വേണം, നല്ല തണുത്ത ചൂടുവെള്ളമൊന്നും നല്ല തിളപ്പിച്ച ചൂടുവെള്ളത്തിൽ വേണം ഇതിൻ്റെ മാവെല്ലാം കുഴച്ചെടുക്കാനൊക്കെ ആയിട്ട്. അങ്ങനെയൊക്കെ ഭയങ്കര പാടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ഇത് ഞങ്ങളുടെ ഫ്രിഡ്ജാണ് കേട്ടോ. ഞങ്ങൾക്കുണ്ടായിരുന്ന ഫ്രിഡ്ജാണ്. ഇത് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ആക്രിക്കാരൻ വന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വളരെ കുറഞ്ഞ പൈസയാണ് കിട്ടിയത് കേട്ടോ. 500 രൂപയ്ക്ക് താഴെയാണ് കിട്ടിയത്. എന്നാലും കുഴപ്പമില്ല, അങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലോട്ട് വീഡിയോ കോൾ വിളിച്ച് കണ്ടു കേട്ടോ. അപ്പോൾ ടോണി പാട്ടിട്ടത് കൊണ്ട് അത് കണ്ട് മിക്കു ഭയങ്കര ഡാൻസായിരുന്നു. അപ്പോൾ ടോണി ഇവിടെ മുകളിലത്തെ റൂമിലാണ് കിടക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അവിടുത്തെ റൂമിലാണ് പാട്ടിട്ടത്. അപ്പോൾ അവനറിയാം, അവൻ്റെ ചാച്ചൻ അവിടെ പാട്ടിട്ടെന്ന് അറിയാം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അവൻ ഓടിപ്പോയതാണ്. പിന്നെ അവന് അമ്മ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു, മീൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എബി അവിടെ നിന്ന സമയത്ത് മീൻ വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എല്ലാം പുരട്ടി വെച്ചു കേട്ടോ. ഇത് നമ്മൾ പെരിങ്ങമല ഐശ്വര്യയിൽ നിന്ന് വാങ്ങിച്ച പച്ചക്കറികളാണ് കേട്ടോ. നമ്മുടെ വെങ്ങാനൂരിൽ നിന്ന് കിട്ടുന്നതും കോളിയിൽ നിന്ന് കിട്ടുന്നതിൻ്റെ അത്രയും പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. പച്ചക്കറികൾ വളരെ കുറവായിരുന്നു. പിന്നെ എൻ്റെ ജോലിയെല്ലാം തീർത്തു, അടുക്കളയെല്ലാം ഒതുക്കി, ഫുഡെല്ലാം കഴിച്ചു. പിന്നെ നേരെ കുടുംബശ്രീയിലോട്ട് പോയി കേട്ടോ. അപ്പോൾ കുടുംബശ്രീയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ, ബീന, അശ്വിനി, സ്നേഹ, സ്വാതി, പിന്നെ മാളുവിൻ്റെ മോളുണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു. അതും അവൾ ഭയങ്കര കൂട്ടാണ് കേട്ടോ. നല്ല നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് അവർ. അപ്പോൾ അവിടെ നിന്ന് ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്ലു ആദുമൊക്കെ ഭയങ്കര ഡാൻസ് കളിയും അവരുടെ നാട്ടിലെ കളിയും ബഹളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ചായയും ബിസ്ക്കറ്റുമാണ് കേട്ടോ കഴിച്ചത്. പിന്നെ പക്കാവട ഉണ്ടായിരുന്നു കേട്ടോ. പക്കാവട എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മരിച്ചിനിയും ബീഫും ഉണ്ടായിരുന്നു. പിന്നെ അശ്വിനി കൊണ്ടുവന്ന പൂരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ 6 പേരും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വെങ്ങാനൂർ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ ബീനയും സുമോദയേട്ടെ, സ്നേഹ ആൻറ്റിയൊക്കെ അവരുടെ ഒരു ബന്ധു മരിച്ച് 2-3 ദിവസമായി. പിന്നീട് അങ്ങോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അവരങ്ങോട്ട് പോവുമായിരുന്നു. ഞാനും ചേട്ടനും കൂടെ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതിനടുത്ത് ഞാൻ പ്ലം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള എല്ലാ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനും ചേട്ടനും കൂടെ വെങ്ങാനൂർ വന്നതാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ എന്ത് പറഞ്ഞാലും എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. റേറ്റിൽ വലിയ വ്യത്യാസം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എല്ലാ സാധനവും ഒരിടത്തു നിന്ന് തന്നെ കിട്ടുന്നുണ്ടല്ലോ അങ്ങനെ. അപ്പോൾ ഇനി പോകുമ്പോഴത്തേക്ക് ഇതേപോലെ പാത്രങ്ങൾ 1-2 പാത്രങ്ങൾ വാങ്ങി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഏതെങ്കിലും ഗസ്റ്റ് വന്നാൽ സത്യം പറഞ്ഞ് എടുത്ത് കൊടുക്കാൻ നല്ലൊരു പാത്രമില്ല. എനിക്ക് കല്യാണത്തിന് കിട്ടിയ പാത്രങ്ങളെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പൊട്ടിപ്പോയിട്ടുണ്ടെന്ന്. എനിക്ക് ഒരുപാട് പാത്രങ്ങളും ഗ്ലാസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, എല്ലാം ഇല്ലാതായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് പാത്രങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് വേറൊരു വിശേഷം കൊണ്ടുള്ള ദിവസമായിരുന്നു. പല്ലവി ആൻറ്റിയുടെ അടുത്ത് ഡാൻസ് പഠിക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ഞാനും ആൻറ്റി നിന്നാണ് ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഇതേപോലെ 2-3 വയസ്സ് തൊട്ടേ. അപ്പോൾ പല്ലവിയും അതുപോലെ തന്നെ ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട്. അവൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു. നല്ല രീതിയിൽ ഡാൻസൊക്കെ പഠിച്ചു വരട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗെന്ന് പറയുന്നത്. നാളത്തേക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷമാണ് ഇന്നത്തെ ഒരു ദിവസം ഞാൻ അവസാനിപ്പിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.